ഗുഡ് ഈവനിങ്, ഞാൻ അജീഷ്. നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത് ചായക്കടായിയുടെ ഭക്ഷണ സീക്രട്ടിനെ കുറിച്ചാണ്. നല്ല അടിച്ച ചായയും നൂൽ പൊറോട്ടയും സുലൈമാനി മുതൽ നമ്മൾക്കിഷ്ടമുള്ള എല്ലാ വിഭവങ്ങളും ഏറ്റവും ക്വാളിറ്റിയിൽ കൂടി തരുന്ന ചായക്കടായിയുടെ ഭക്ഷണ വിജയത്തിൻ്റെ സീക്രട്ട് നമുക്കിന്ന് പങ്കുവയ്ക്കാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചായക്കടായിയുടെ ഒരു സക്സസിൻ്റെ സീക്രട്ട് ചോദിച്ചാൽ, പ്രത്യേകിച്ച് ഭക്ഷണത്തിൽ ചോദിച്ചാൽ എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ച് ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ബ്രാഞ്ച് തുടങ്ങിയതിന് ശേഷം രണ്ടാമത്തെ ബ്രാഞ്ച് വന്നപ്പം നമ്മൾ മെനുവിലാണെങ്കിലും നമ്മളെ കുസൈനിലാണെങ്കിലും കുറച്ച് ആഡ് ഓൺസ് ഉണ്ടാക്കി. കാരണം ഇപ്പോൾ ഫസ്റ്റ് ബ്രാഞ്ച് തുടങ്ങുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ സീ ഫുഡ് ഐറ്റംസ് ഇല്ല, തന്തൂരി ഇല്ല, നോർത്ത് ഇന്ത്യൻ ഇല്ല. നമ്മളിപ്പം ഓരോ ബ്രാഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴും ഓരോരോ ഐറ്റങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അപ്പം ഓരോ വട്ടവും നമ്മൾ മെനു പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്ത് ഓരോ ബ്രാഞ്ചിനും ആ ഐറ്റങ്ങളെ കീപ്പ് ചെയ്ത് തന്നെ പുതിയ ഓരോ ബ്രാഞ്ചിനും സ്പെസിഫിക് ആയിട്ട് ഓരോ പുതിയ ആഡ് ഓൺസ് കൊടുക്കാൻ ശ്രമിച്ചു. ഇപ്പം എക്സാമ്പിൾ ഇപ്പം ഇൽഫഡ് ബ്രാഞ്ച് എടുത്താൽ, ഇപ്പം സെക്കൻഡ് ബ്രാഞ്ച് തുടങ്ങിയ ഇൽഫഡിൽ മാത്രം നമ്മൾ റെസ്റ്റോറൻറ്റിനെ നെയിം ചെയ്തത് ഈ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ നെയിം ചെയ്യാൻ പറ്റി. കുറേ സീ ഫുഡ് ഐറ്റം കയറ്റാൻ പറ്റി. സീ ഫുഡ് ഐറ്റംസ് ഈ മെയിനായിട്ട് ഓൾമോസ്റ്റ് എല്ലാ ഫിഷും കവർ ചെയ്യുക. കിങ് ഫിഷ്, ആവോലി, കരിമീൻ, അങ്ങനെ കുറേ നെത്തോലി, അങ്ങനെ എല്ലാ മീനുകളെയും വിഭവങ്ങൾ നമ്മൾ മെനുവിൽ ആഡ് ചെയ്തു. അപ്പം സീ ഫുഡ് റെസ്റ്റോറൻ്റ് എന്ന് നമ്മൾ നെയിം ചെയ്ത് സീ ഫുഡ് വിഭവങ്ങളെ നമ്മൾ മെനുവിൽ ആഡ് ഓൺ ചെയ്ത്, അതിൽ നമ്മൾ ഏറ്റവും വെറൈറ്റി ആയിട്ട് ആഡ് ഓൺ ചെയ്തത് നമ്മൾ ലോബ്സ്റ്റർ മന്തി എന്ന് പറഞ്ഞൊരു പുതിയ ഡിഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം ലോബ്സ്റ്റർ മന്തി എന്ന് പറഞ്ഞാൽ ലോബ്സ്റ്റർ അങ്ങനെ റെയറായിട്ട് മാത്രം സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കിട്ടിക്കൊണ്ടിരുന്ന സാധനമാണ്. അപ്പം നമ്മളത് സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ എല്ലാവർക്കും അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ലോബ്സ്റ്റർ മന്തി എന്നുള്ള വിഭാഗത്തിൽ ഇപ്പം ഇന്ത്യൻ മസാലയും, അതായത് ഓൾമോസ്റ്റ് നമ്മളെ സൗത്ത് ഇന്ത്യൻ നാടൻ മസാലയിൽ അറബിക് മന്തി റൈസിൻ്റെ മേളിൽ അത് വെച്ച് കൊടുക്കുന്ന രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ അതിൻ്റെ പ്രൈസ് ആണെങ്കിലും ഓൾമോസ്റ്റ് ഒരു ലോബ്സ്റ്റർ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 14-16 പൗണ്ട്സ് ആണ് നമുക്ക് കോസ്റ്റ് വന്നത്. നമ്മൾ വിത്ത് മന്തി അത് 16 പൗണ്ട്സിനാണ് വിറ്റിരുന്നത്. അതെന്തെന്ന് പറഞ്ഞാൽ നമ്മളെ മെനുവിൽ ഒരു ഫാൻറ്റസി മീലായിട്ട് വെച്ച് അത് ട്രൈ ചെയ്യാൻ വേണ്ടി കുറേ പേര് വരുന്നതിന്, അപ്പോൾ അത് വലിയ പേയ്മെൻറ്റോ വലിയ കാശ് പ്രൈസ് അതിന് കൊടുക്കാതെ ഒരു ഫാൻറ്റസി മീൽ കണക്ക് നമ്മളെ മെനുവിൽ ഒരു ഐറ്റം ആക്കി അതിനെ വെച്ച് എവിടെയും ആ ഒരു ഡിഷ് എവിടെയും നമ്മൾ മെയിൻലി കണ്ടിട്ടില്ല. ലോബ്സ്റ്റർ മന്തി എന്ന് പറഞ്ഞ് ലോബ്സ്റ്ററിനെ തന്നെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുന്ന വളരെ കുറവായിരുന്നു. പിന്നെ മെയിനായിട്ട് നമ്മളെ മസാലാസിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കോക്കനട്ട് മിൽക്കും വെളിച്ചെണ്ണയും ഒക്കെയാണ്. നമ്മൾ മെയിനായിട്ട് നമ്മളെല്ലാ കറികളിലും നമ്മൾ കോക്കനട്ട് ഓയിലാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ കാശ്മീരി ചില്ലിയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കാരണം ഇവിടെ UK കുറച്ച് കാലം കഴിഞ്ഞാൽ പിന്നെ സ്പൈസ് ലെവലൊന്നും പെട്ടെന്ന് നമുക്ക് ശരീരത്തിന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഓവർ സ്പൈസ്ഡ് ആയാലും നമുക്ക് കുറേ സ്റ്റൊമക്ക് ഇഷ്യൂസ് വരും. അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ അതിൻ്റെ സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് കാന്താരി ഫ്ലേവർ എല്ലാം നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നാണ് ഇവിടെ കാന്താരി ചിക്കനും കാന്താരി ഫിഷ്, നമ്മളെ കാന്താരി ഫിഷ് എന്ന് പറഞ്ഞ് നമ്മളൊരു സാധനം കാന്താരി ഗ്രേവി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതും ഭയങ്കര ഭയങ്കരമായിട്ട് നമ്മളെ ഓൺ റെസിപ്പി തന്നെയായിരുന്നു. അത് ചായക്കടയുടെ ഓൺ റെസിപ്പി കാന്താരി ഫിഷ് എന്നും പറഞ്ഞ് അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ മെനുവിൽ ക്ലിക്കായി. നമ്മളെ ബ്രാഞ്ചിന് ഭയങ്കര മാർക്കറ്റിംഗ് സൈഡ് വെച്ച് നോക്കിയാൽ അതൊക്കെ ഭയങ്കരമായിട്ട് കസ്റ്റമേഴ്സ് ഈ ലോബ്സ്റ്ററും ഈ കാന്താരിയും ചോദിച്ച് മാത്രം വന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമുക്ക് കുറേ വൈഡ് കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടി. മെയിൻലി നമ്മൾ ക്വാളിറ്റി, അതായത് നമ്മളെ ഇൻഗ്രീഡിയൻറ്റ് ക്വാളിറ്റി തന്നെയാണ് മെയിനായിട്ട് നമ്മളെ ചായക്കടയുടെ സ്പൈസസിൻ്റെ മെയിൻ സംഭവം. പിന്നെ ഗരം മസാലയൊന്നും നമ്മൾ പാക്കറ്റ് യൂസ് ചെയ്യുന്നില്ല. മെജോറിറ്റി നമ്മൾ ഹോൾ സ്പൈസസ് എല്ലാം പൊടിച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇവിടെ തന്നെ നോക്കിയാൽ അറിയാം, എല്ലാ ഹോൾ സ്പൈസസും നമ്മൾ ബൾക്ക് ബൈ ചെയ്ത് അത് നമ്മൾ തന്നെ പൊടിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പാല്, തേങ്ങ, എണ്ണ, വെളിച്ചെണ്ണയൊക്കെ തന്നെയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മളെ ഫുഡിൻ്റെ, ഫിഷ് ഐറ്റത്തിൻ്റെ എല്ലാം. പിന്നെ 100% സ്വന്തം മസാലക്കൂട്ടെന്ന് ഉപരി നമ്മൾ തന്നെ അത്രയും കെയർ എടുത്ത് നമ്മൾ തന്നെ ഓൺ മസാലാസ് നമ്മൾ ബ്രാഞ്ചിൽ തന്നെ മാക്സിമം പൊടിക്കാൻ ശ്രമിക്കാറുണ്ട്, പൊടിക്കുന്നുമുണ്ട്. അത് തന്നെയാണ് മെയിനായിട്ടുള്ള സംഭവം. പിന്നെ എല്ലാ ആഴ്ചയും ഓരോ ഐറ്റങ്ങളെങ്കിലും ഞങ്ങൾ മെനുവിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നിൽക്കും. ഓരോ ബ്രാഞ്ചിനും ഓരോ വെറൈറ്റി ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. അത് നമുക്കൊരു സക്സസ് ആണ്. അതിൽ വന്നിട്ട് മൊത്തത്തിൽ വ്യത്യസ്തതയാണ് 100%. പിന്നെ ആ മെനു റിപ്പീറ്റിംഗ് ആയാൽ എല്ലാവർക്കും അത് പിന്നെ വരാൻ റിപ്പീറ്റിംഗ് കസ്റ്റമേഴ്സ് കുറയുമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം പുതിയ മെനു ഇറക്കിയാൽ റിപ്പീറ്റിംഗ് കസ്റ്റമേഴ്സ് പിന്നെയും വരാൻ അവരും ഹാപ്പിയാണ്. ഇവിടെ വന്ന അടുത്തൊരു പുതിയ ഐറ്റം ട്രൈ ചെയ്ത ഐറ്റം തന്നെ ട്രൈ ചെയ്യേണ്ടി വരില്ല എന്നൊരു ഓപ്ഷൻ അവർക്ക് കിട്ടി ചായക്കടയിൽ നിന്ന്. അതാണ് മെയിൻ സംഭവം. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇപ്പം നമ്മൾ റീസെൻ്റ്ലി ഇറക്കിയ
ഹലാക്കിലെ പൊറോട്ട, അങ്ങനെ മുഷ്കിൽ മന്തി, അങ്ങനെ കുറച്ച് ഐറ്റംസുകൾ നമ്മൾ ഇറക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പം നമ്മൾ ഓൺ എല്ലാം 100%. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പങ്കുവെച്ചത് ചായക്കടയുടെ കൊതിയൂറുന്ന ഭക്ഷണത്തിൻ്റെ സീക്രട്ടാണ്. പുതിയൊരു കാഴ്ചയും വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം അജീഷ്.